ഹായ് ഹലോ, ഇന്ന് നമ്മളിതിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഞാനില്ല ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല, എല്ലാവർക്കും ഇഷ്ടമാവുമെന്നൊന്നും വിചാരിച്ചില്ല. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ സാധനമാണ് ഇത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങ് ഇട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്ത് ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കി മാറ്റി വെക്കാം. അതായി കഴിഞ്ഞാൽ നമുക്ക് ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കോൺഫ്ലോറും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി അതേ വെളിച്ചെണ്ണയിൽ തന്നെ ഇത് നന്നായിട്ട് തന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ നന്നായിട്ട് ഫ്രൈ ആക്കിയ ചിക്കനും കൂടി നമുക്ക് മാറ്റി വെക്കാം. ഇനി ചിക്കൻ ചൂടാറിയതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി സോസിന് വേണ്ടിയിട്ട് നമുക്ക് റെഡിയാക്കി വെച്ച മയോണൈസിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഇനി ഇത് നമുക്ക് സെറ്റാക്കി എടുക്കുക. ആദ്യം നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുക. അതിന് മേലേക്ക് നമുക്ക് ചിക്കൻ ലെയർ കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് തന്നെ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം. അതിൻ്റെ മേലേക്ക് നമുക്ക് സോസ് കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെയും ഇതിൻ്റെ മേലേക്ക് ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ലെയർ വരെ ഇതാക്കിയെടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മേലെ നിറയെ ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇതുപോലെ നമുക്ക് ആവിയിലൊന്ന് ചൂടാക്കിയെടുത്ത് ചീസിലൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവരുടെ ഫേവറേറ്റ് ആയ ലോഡഡ് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.